ലോകത്തെ വാർത്തകൾ. ക്രെറ്റയ്ക്കും സെൽറ്റോസിനും പുതിയ എതിരാളിയുമായി നിസാൻ എത്തുന്നു. ടെക്ടൺ എന്ന പുതിയ മിഡ് സൈസ് SUVയുടെ ആഗോള അരങ്ങേറ്റം വ്യാഴാഴ്ച ഇന്ത്യയിൽ. ഇന്ത്യയിലെ മിഡ് സൈസ് SUV വിപണിയിൽ മത്സരം കടുപ്പിക്കാൻ നിസാൻ ഒരുങ്ങുന്നു. കമ്പനിയുടെ പുതിയ SUVയായ ടെക്ടൺ വ്യാഴാഴ്ച മുംബൈയിൽ ആഗോളതലത്തിൽ അവതരിപ്പിക്കും. ഇന്ത്യയിൽ നിന്ന് തന്നെ ആഗോള അരങ്ങേറ്റം നടത്തുന്ന ഈ മോഡലിനായി വാഹനപ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിസാന്റെ ഫ്ളാഗ്ഷിപ്പ് SUVയായ പട്രോളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനാണ് ടെക്ടണിന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ കമ്പനിയും ഇതിനെ ബേബി പട്രോൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വലിയ ഗ്രിൽ, C ആകൃതിയിലുള്ള LED ലൈറ്റുകൾ, കരുത്തുറ്റ SUV സ്റ്റൈലിംഗ് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. റെനോ ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോമിലാണ് ടെക്ടൺ വികസിപ്പിച്ചിരിക്കുന്നത്. 1.0 ലിറ്റർ ടർബോ പെട്രോൾ, 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും പ്രതീക്ഷിക്കപ്പെടുന്നു. ചില വിപണികളിൽ ഹൈബ്രിഡ് പതിപ്പും എത്തിയേക്കുമെന്നാണ് സൂചന. ഫീച്ചറുകളുടെ കാര്യത്തിൽ പനോരമിക് സൺറൂഫ്, ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പ്, 360 ഡിഗ്രി ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റുകൾ, വയർലെസ് ചാർജിംഗ്, ലെവൽ 2 എഡാസ് സുരക്ഷാ സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ വിപണിയിൽ ഹ്യുണ്ടായി ക്രീറ്റ, കിയ സെൽറ്റോസ്, മാരുതി ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയ ജനപ്രിയ SUVകൾക്ക് ശക്തമായ എതിരാളിയാകുമെന്നാണ് വിലയിരുത്തൽ. വിലയും പൂർണ്ണ സാങ്കേതിക വിവരങ്ങളും അവതരണത്തിൽ കമ്പനി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കനം കുറഞ്ഞ ഡിസൈനിനൊപ്പം വമ്പൻ അപ്ഗ്രേഡുകളുമായി ആപ്പിളിന്റെ അടുത്ത iPhone എത്തുമെന്ന് റിപ്പോർട്ടുകൾ. ബാറ്ററിയിലും ക്യാമറയിലും ശ്രദ്ധേയമായ മാറ്റങ്ങളുമായി iPhone Air 2 ടെക് ലോകത്ത് ചർച്ചയാവുകയാണ്. ആപ്പിളിന്റെ അടുത്ത തലമുറ സ്മാർട്ട്ഫോണായ iPhone Air 2 വൻ അപ്ഗ്രേഡുകളുമായി എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുൻ മോഡലിലെ പ്രധാന പോരായ്മകളായ ചെറിയ ബാറ്ററിയും ഒറ്റ പിൻ ക്യാമറയും പരിഹരിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നതെന്നാണ് ലീക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം iPhone Air 2വിൽ 3500 mAh ബാറ്ററിയാകും ഉൾപ്പെടുത്തുക. നിലവിലെ മോഡലിലെ 3149 mAh ബാറ്ററിയെ അപേക്ഷിച്ച് ഇത് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷ. പെർഫോമൻസിനായി 2 നാനോമീറ്റർ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന A20 ചിപ്സെറ്റ് ഫോണിന് കരുത്തേകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ കൂടുതൽ വേഗതയും മികച്ച പവർ എഫിഷ്യൻസിയും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഡിസ്പ്ലേയിൽ 6.55 ഇഞ്ച് സ്ക്രീനും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും ലഭിക്കുമെന്നും 3D ഫേസ് റെക്കഗ്നിഷൻ സംവിധാനവും ഫോണിലുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ക്യാമറ വിഭാഗത്തിലും വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. 48 മെഗാപിക്സൽ പ്രധാന ക്യാമറയ്ക്കൊപ്പം 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണ ഫോണിൽ ഉൾപ്പെടുമെന്നാണ് ലീക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻ മോഡലിൽ ഒറ്റ പിൻ ക്യാമറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2027 തുടക്കത്തിൽ അടിസ്ഥാന മോഡൽ ഐഫോണിനൊപ്പം iPhone Air 2 അവതരിപ്പിക്കുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.